ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സച്ചിയും പുതിയ പോലീസ് ഓഫീസറായ അരുണും തമ്മിൽ നോ പാർക്കിങ്ങിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് അവർ തമ്മിൽ വഴക്കാവുകയും സച്ചി പോലീസ് ഓഫീസറിൻ്റെ കോളറിൽ കയറി പിടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ പോലീസ് ഓഫീസറായ അരുൺ സച്ചിയുടെ വണ്ടി എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകരുത്, ഞാൻ ഫൈൻ അടയ്ക്കാം, നോ പാർക്കിംഗ് നിർത്തിയതിനുള്ള ഫൈൻ ഞാൻ അടയ്ക്കാം എന്ന് പറഞ്ഞിട്ടും അരുൺ കേൾക്കാതെ വണ്ടി എടുത്തിട്ട് സ്റ്റേഷനിൽ പോയിട്ട് മേടിക്കുകയെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ അരുൺ വണ്ടി എടുത്തിട്ട് വരുന്ന ടൈമിൽ രേവതിയുടെ അനിയത്തി വിളിക്കുകയാണ് അരുണിനെ. അവർ തമ്മിൽ പ്രണയത്തിലാണല്ലോ. അപ്പോൾ വിളിച്ചിട്ട് സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ട് എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അരുൺ പറയുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ അനിയത്തി പറയുന്നുണ്ട്, എന്നെ വിളിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ വിളിച്ചില്ലല്ലോ ഇവിടെ. അപ്പോൾ ഒരു വണ്ടി നോ പാർക്കിംഗ് നിർത്തിയിട്ട് അയാളുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ വണ്ടിയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡ്യൂട്ടിയിലാണ്, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. സച്ചി ദേഷ്യം വന്ന് വീട്ടിൽ പോയതും രേവതിയോട് പറയുന്നുണ്ട്, വണ്ടി ഇങ്ങനെ ഒരാൾ പുതിയ SI ആണ്, ആൾ വണ്ടി എടുത്തിട്ട് പോയി നോ പാർക്കിങ്ങിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്, ഞാൻ ഫൈൻ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല, അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദേഷ്യം ഇത്തിരി കുറയ്ക്കണം, സച്ചിയേട്ടന് എപ്പോഴും ദേഷ്യം കൂടുതൽ, ഇവിടെയും അതുതന്നെയാണ് വിനയായത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറഞ്ഞു, എന്നിട്ട് പിന്നെ രേവതി തന്നെ പറയുന്നുണ്ട്, ഞാൻ CIൻ്റെ ഭാര്യയ്ക്ക് പൂ കൊടുക്കുന്നുണ്ട് വീട്ടിൽ, അപ്പോൾ ഞാനൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഭാര്യൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പോയിട്ട് CIയുടെ ഭാര്യയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ സച്ചി ചെയ്തത് തെറ്റല്ലേ, അപ്പോൾ എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫൈൻ അടയ്ക്കാമെന്ന് സച്ചിയേട്ടൻ പറഞ്ഞതാണ്, എന്നിട്ടും പോലീസ് ഓഫീസർ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെ ഭാര്യ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി എടുക്കാൻ പോവാണ്. അപ്പോൾ അരുൺ അവിടെ നിൽക്കുന്നുണ്ട്. നിനക്കൊരിക്കലും വണ്ടി തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ഞാൻ വണ്ടിയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്ത് പോകില്ല എന്ന് സച്ചിയും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടാളും കൂടെ നേർക്കുനേർ നിന്നിട്ട് വർത്താനം പറയണം. അപ്പോഴേക്കും CI വന്നിട്ട് അരുണിനോടും സച്ചിയോടും ചോദിക്കുന്നുണ്ട് എന്താണ് ഉണ്ടായതെന്ന്. അപ്പോൾ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ കോളറിൽ പിടിച്ചു ഞാൻ, പക്ഷേ റോഡ് നിൻ്റെ തന്തയുടെ വകയാണോ എന്ന് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചത്, അല്ലാതെ തല്ലൊന്നും ഞാൻ ചെയ്തിട്ടില്ല സാർ എന്ന് പറഞ്ഞിട്ട് സച്ചി പറയുന്നുണ്ട്. അപ്പോൾ അരുണാണ് തെറ്റ് ചെയ്തതെന്ന് CI മുഖം നോക്കി പറയുന്നുണ്ട്. അപ്പോൾ ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഇപ്പോഴും അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് അരുണിനെ ശകാരിക്കുന്നുണ്ട്. വണ്ടിയുടെ കീ എടുത്ത് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കീ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി അവർ രണ്ടാളും കൂടെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാണെങ്കിലും വണ്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, വേറൊരു കേസിൽ ഞാൻ നിന്നെ കൊടുക്കും, എല്ലാ വഴികളും ഞാൻ അടച്ചിട്ടായിരിക്കും അത് ചെയ്യുക, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.